إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നല്ലവരായ അടിമകളിൽ നാഥൻ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിലൂടെ നാം പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന അമലുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നാം എല്ലാം മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഈ ഒരു റമളാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു റമളാൻ കൂടി നമുക്ക് കഴിഞ്ഞു പോവുകയാണ്. ഇനി ഏതാനും ചില ദിവസങ്ങളും മണിക്കൂറുകളും മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഈ ഒരു റമളാനിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീർന്ന പല മാറ്റങ്ങളുമുണ്ട്. റമളാനിന് മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ റമളാനിലേക്ക് നാം പ്രവേശിച്ചതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവന്ന ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയങ്ങളിലാണെങ്കിലും നമ്മുടെ തിന്മകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും പരിശുദ്ധ ഖുർആൻ പാരായണ രംഗത്താണെങ്കിലും അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ റമളാനിലേക്ക് നാം പ്രവേശിച്ചപ്പോ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധ്യമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നാം കാണുന്ന ചില കാഴ്ചകളുണ്ട്. നിറഞ്ഞിരിക്കുന്ന നമ്മുടെ പള്ളികൾ കാലിയാകാൻ തുടങ്ങും. നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് നാം വേണ്ടത്ര ഗൗരവം നൽകാതെയാകാൻ തുടങ്ങും. തിന്മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റമളാനിൽ നാം കാത്തു സൂക്ഷിച്ച ആ ഒരു തഖ്വ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ മനസ്സുകളിൽ നമ്മെ നയിക്കുന്നത് റമളാനാണ്. റമളാനിലെ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കാറുള്ളത്. റമളാനിൽ ഞാൻ ഇത്ര പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, റമളാനിൽ ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന രൂപത്തിൽ റമളാനിലെ പ്രവർത്തനങ്ങളായിരിക്കും ഒരു പക്ഷെ നമ്മുടെ ചിന്തകളിലേക്കും നമ്മുടെ പ്രവർത്തന മേഖലകളായി കടന്നു വരാറുള്ളത്.
എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ റമദാനിൽ മാത്രമല്ല അവൻ സൂക്ഷ്മത പാലിച്ച് ജീവിക്കാനുള്ളത്, തന്റെ റമദാനിൽ മാത്രമല്ല അവൻ അമലുകൾ പ്രവർത്തിക്കാനുള്ളത്, തന്റെ റമദാനിൽ മാത്രമല്ല അവൻ സ്വതക്കകൾ നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ നമ്മെ നയിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടുന്ന 3 ചിന്തകളുണ്ട്. ആ 3 ചിന്തകളായിരിക്കണം ഇനിയുള്ള നമ്മുടെ സമയങ്ങളെ, നമ്മുടെ ദിവസങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഒന്നാമത്തെ ചിന്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ തന്നെ സഹായിക്കുന്ന, തനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന, തന്റെ പ്രയാസങ്ങൾ കേൾക്കുവാൻ തയ്യാറാകുന്ന, തന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്റെ കൂടെ നിൽക്കുന്ന ഏതൊരാളോടും, ഏതൊരു മനുഷ്യനും ഒരു സ്നേഹമുണ്ടായിരിക്കും, ഒരു ഇഷ്ടമുണ്ടായിരിക്കും. അവർ തങ്ങളെ സഹായിക്കുന്നത് കൊണ്ട്, തന്നെ സഹായിക്കുന്നത് കൊണ്ട്, തന്റെ വേണ്ടപ്പെട്ടവരായത് കൊണ്ട് അവരോടൊരു വല്ലാത്ത സ്നേഹമുണ്ടായിരിക്കും. അല്ലെ, നമ്മുടെ നാടുകളിലെ എയർപോർട്ടുകളിൽ നമ്മൾ കാണുന്ന 2 വിധത്തിലുള്ള കാഴ്ചകളുണ്ട്. ഒന്ന്, തന്റെ ഉറ്റവരെയും ഉടയവരെയും വിട്ടുകൊണ്ട് തന്റെ ജീവിതത്തിലെ ഒരു വലിയ കാലം തന്റെ ബാധ്യതകളുമായി സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവാസ ലോകത്തേക്ക് യാത്രയാകുന്ന മനുഷ്യരുടെ മുഖങ്ങളാണ്. സന്തോഷമില്ലാതെ തന്റെ പ്രിയപ്പെട്ടവരെ വിട്ടു പിരിഞ്ഞു പോകുന്ന ആ ഒരു വിഷമം കൊണ്ട് നീറി നിൽക്കുന്ന ആളുകളുടെ മുഖങ്ങൾ എയർപോർട്ടുകളിൽ നാം കാണാറുണ്ട്. മറ്റൊരു വശത്ത് കാലങ്ങളായി തന്റെ പ്രിയപ്പെട്ടവരെ കാണുവാൻ സാധ്യമാകാതെ തന്റെ കൺമുന്നിലേക്ക് തന്റെ പ്രിയപ്പെട്ട മക്കളെയും, തന്റെ പ്രിയപ്പെട്ട ഇണയെയും, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കണ്ടുമുട്ടുന്ന ഒരു വല്ലാത്ത ഒരു സന്തോഷത്തിന്റെ മുഖങ്ങളും അവിടെ നാം കാണാറുണ്ട്. സഹോദരങ്ങളെ, ഓർമ്മപ്പെടുത്തിയത്, നമുക്കൊരു മനുഷ്യരോട്, നമുക്കൊരു വ്യക്തിയോട് ഇഷ്ടമുണ്ടാകുമ്പോ ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകിയ, നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മെ സ്വാംശീകരിക്കുന്നത് മുതൽ നമുക്ക് ആവശ്യമായതെല്ലാം നമുക്ക് ഏറ്റവും നന്നായി നൽകിയ, നമ്മെ ഏറ്റവും നന്നായി അറിയുന്ന, നമ്മുടെ ഹൃദയമിടിക്കുന്നതും നമ്മുടെ മനസ്സുകളിലുള്ള ചിന്തയും നമ്മുടെ പ്രയാസങ്ങളും ഏറ്റവും നന്നായി അറിയുന്ന നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ തയ്യാറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുമ്പോ ആ അല്ലാഹു അത്രയേറെ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നുണ്ടോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരണം. ആ അല്ലാഹു നമുക്ക് പ്രിയപ്പെട്ടതാകുമ്പോ, ആ അല്ലാഹുവിനോട് സ്നേഹമുണ്ടാകുമ്പോ, ആ അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടാകുമ്പോ ആ അല്ലാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരും. അത്തരത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ജീവിതം. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ സ്വർഗീയവാസികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന ഒരു കാഴ്ചയെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗ്ഗത്തിൽ കസ്തൂരിയുടെ ഒരു താഴ്വരയുണ്ട്. ആ ഒരു താഴ്വരയിൽ ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട്. അവിടെ കസ്തൂരിയുടെയും സ്വർണത്തിന്റെയും സ്ഫടികങ്ങളുടെയും ഇരിപ്പിടങ്ങൾ സ്വർഗീയവാസികൾക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നാം പള്ളികളിൽ ജുമുഅക്ക് സമ്മേളിക്കാറുള്ളത് പോലെ എല്ലാ സ്വർഗീയവാസികളായ മനുഷ്യരും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ ഒരു താഴ്വരയിൽ സമ്മേളിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അർശിൽ നിന്നും കുർസിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് തന്റെ അടിമകളോട്, സ്വർഗീയവാസികളായ ആളുകളോട് ചോദിക്കുമെന്നാണ്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുമ്പോ അവര് മറുപടി പറയുന്നുണ്ട്, റബ്ബേ, നീ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയതെല്ലാം നീ ഞങ്ങൾക്ക് നൽകിയില്ലേ? കോടാനുകോടി മനുഷ്യരെ നരകത്തിന്റെ തീജ്വാലയിലേക്ക് നീ വലിച്ചെറിഞ്ഞപ്പോ ആ നരകത്തിൽ നിന്നും ഞങ്ങളുടെ മുഖങ്ങളെ നീ സംരക്ഷിച്ചില്ലേ? നീ ഞങ്ങളോട് വാഗ്ദാനം നൽകിയതെല്ലാം ഞങ്ങൾക്ക് ഇവിടെ നൽകിയില്ലേ? ഇനി ഇതിലപ്പുറം എന്താണ് ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത്? എന്റെ വജ്ഹല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല റബ്ബേ എന്ന് സ്വർഗവാസികളായ ആളുകൾ മറുപടി പറയുമെന്നാണ്. റബ്ബ് പറയുന്നുണ്ട്, എന്റെ വജ്ഹുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചത്.
അതല്ലാതെ മറ്റെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുമെന്നാണ്. ഈ ഒരു ചോദ്യവും ഉത്തരവും ഇങ്ങനെ 3 തവണ ആവർത്തിക്കും. എന്നിട്ട് അവിടെ ഒന്നാകെ ഒരു പ്രകാശം പരക്കുന്നുണ്ട്. ആ പ്രകാശത്തോടുകൂടി സ്വർഗീയവാസികളായ മനുഷ്യരുടെ കാഴ്ചകൾക്കും അള്ളാഹുവിനും ഇടയിലുള്ള മറയങ്ങ് നീക്കപ്പെടും. ആ സ്വർഗീയവാസികളായ മനുഷ്യർ അള്ളാഹുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അല്ലേ, പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അന്നേ ദിവസം ചില മുഖങ്ങൾ ഇങ്ങനെ പ്രസന്നമായിരിക്കും, സന്തോഷത്തോടുകൂടി ചില മുഖങ്ങൾ ഇങ്ങനെ നിൽക്കും. എവിടേക്കാണ് അവർ നോക്കുന്നത്? തങ്ങളുടെ രക്ഷിതാവിലേക്ക്, തങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ച് തങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിയ ആ റബ്ബിലേക്ക് അവരിങ്ങനെ നോക്കി നിൽക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു കാഴ്ചയെ, ആ ഒരു ലിഖാഇനെ, റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ഒരു അനുഭൂതിയെ നാം ആഗ്രഹിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങളെ നാം ചിട്ടയാക്കേണ്ടതുണ്ട്. ഈ ദിവസം ചില ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖദ് ഖസിറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ് حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون. ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ച് തള്ളിയ ആളുകൾ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം കടന്നു വരാനുണ്ട് എന്നതിനെ കുറിച്ച് തള്ളിക്കളഞ്ഞ ആളുകൾ അവരതാ കൂട്ടം കൂട്ടമായി നരകത്തിന്റെ അരികിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്നുണ്ട്. അവരിങ്ങനെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അവർ പറയുന്നുണ്ട്, യാ ഹസ്രതനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ എന്ന് അവർ പരസ്പരം ഖേദിച്ചു കൊണ്ടിരിക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കളവാക്കി കളഞ്ഞ, നിഷേധിച്ച് കളഞ്ഞ ആളുകളെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. മറ്റൊരു വിഭാഗം ആളുകൾ അവർ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് ആഗ്രഹിച്ച് അതിനുവേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ആളുകളാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളാണ്. അവർ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ അവരോട് മലക്കുകൾ പറയുന്നുണ്ട്, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരാണ്, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അവരോടായിക്കൊണ്ട് അല്ലാഹുവിന്റെ മാലാഖമാർ പറയും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ലിഖാഇനെ കൊതിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നയിക്കേണ്ടത്. ആ അല്ലാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള ആഗ്രഹവുമായി, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ചിന്ത നമ്മുടെ മരണചിന്തയാണ്. നമ്മുടെ മരണചിന്തയാണ്. നമുക്കൊരാൾക്കും തന്നെ അറിയില്ല എപ്പോഴാണ്, എവിടെ വെച്ചാണ് നാം മരണപ്പെടുക എന്നുള്ളത്. ഈ ഒരു റമദാനിൽ തന്നെ എത്ര മരണ വാർത്തകൾ നാം കേൾക്കുകയുണ്ടായി. എന്തിന്, ഇന്ന് ഈ ളുഹ്റിന്റെ സമയത്ത് പോലും ഒരു മരണ വാർത്ത നാം കേട്ടു. നമ്മുടെ മരണ വാർത്ത മറ്റുള്ള ആളുകൾ എപ്പോഴാണ് കേൾക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കാർക്കും തന്നെ അറിയുകയില്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ഉപദേശമുണ്ട്. കുഞ്ഞുമോനെ, ഈ ദുനിയാവിൽ നിനക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും അർത്ഥവത്തായ, ഏറ്റവും ആഴത്തിൽ അർത്ഥമുള്ള ഒരു ഉപദേശമാണ് നീ കേൾക്കുവാൻ പോകുന്നത്. കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. കുഞ്ഞുമോനെ, ഈ ദുനിയാവിൽ നീ ജീവിക്കേണ്ടത് ഒരു അപരിചിതനെ പോലെയാണ്. തന്റെ ജീവിത പ്രവർത്തനങ്ങൾ തന്റെ റബ്ബിന്റെ മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിലും എനിക്ക് കാണിക്കേണ്ടതില്ല എന്ന ഒരു അപരിചിതത്വ ബോധത്തോടു കൂടിയായിരിക്കണം ഈ ദുനിയാവിൽ നീ ജീവിക്കേണ്ടത്. അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് നീ ജീവിക്കേണ്ടത്. മനുഷ്യനാകുന്ന മനുഷ്യൻ തന്റെ ജീവിതമാകുന്ന യാത്രയിലാണ്. ആ യാത്രയിലെ ഒരു ഡെസ്റ്റിനേഷനിലാണ് നാം എന്ന അവബോധം എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മുൻകഴിഞ്ഞു പോയ ഒരു കവികൾക്കും രേഖപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത
ഒരു കവിയും പറഞ്ഞിട്ടില്ലാത്ത അത്രയേറെ ആഴത്തിൽ അർത്ഥമുള്ള വചനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എല്ലാവിധ സുഖ സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാവിധ സന്തോഷങ്ങളെയും കെടുത്തിക്കളയുന്ന, ഈ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാ സന്തോഷങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരണത്തിന് കടന്നു വരാൻ വാർദ്ധക്യം ഒരു കാരണമല്ല, ആ മരണത്തിന് കടന്നു വരാൻ യുവത്വം ഒരു തടസ്സമല്ല, ആ മരണത്തിന് കടന്നു വരാൻ എന്റെയും നിങ്ങളുടെയും യോഗ്യതകളോ സ്ഥാനമാനങ്ങളോ വിദ്യാഭ്യാസമോ സമ്പത്തോ ഒരു തടസ്സമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഒരാൾക്കും തന്നെ റബ്ബ് അറിയിച്ചു കൊടുത്തിട്ടില്ല ഭൂമിയുടെ ഏതേത് കോണിൽ വെച്ച് എന്താണ് അവൻ സമ്പാദിക്കുക എന്നതിനെ കുറിച്ച് ഒരാൾക്കും തന്നെ റബ്ബ് അറിയിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ എവിടെ വെച്ചാണ് അവന്റെ മരണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിനെ കുറിച്ചും ഒരാൾക്കും റബ്ബ് അറിയിച്ചു കൊടുത്തിട്ടില്ല. എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയാലും, എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയാലും, ഐനമാ തകൂനൂ യുദ്രികുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ഉണ്ടാക്കപ്പെട്ട അതിസങ്കീർണമായ സംവിധാനങ്ങളുള്ള കെട്ടിടങ്ങൾക്കകത്ത് നിങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതിയാലും അല്ലാഹു നിശ്ചയിച്ച ആ അവധി വന്നെത്തിയാൽ വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു നിശ്ചയിച്ച ആ അവധി വന്നെത്തിയാൽ ആ മരണത്തിന്റെ കിടക്കയിൽ നിന്ന് നിങ്ങളെ വലിച്ചു കയറ്റാൻ ഈ ലോകത്തുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും സാധ്യമല്ല, ഒരു നൈപുണ്യമുള്ള ഡോക്ടർക്കും സാധ്യമല്ല. അത് അള്ളാഹുവിന്റെ വിധിയാണ്, അത് അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. അള്ളാഹു നിശ്ചയിച്ച ആ സമയം വന്നെത്തിയാൽ ആ മരണം നമ്മെ പിടികൂടുക തന്നെ ചെയ്യുന്നതാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ഈ ദുനിയാവിനോടുള്ള അമിതമായ പ്രമത്തത കൊണ്ട് ഏതൊരു മരണത്തിന്റെ പിടിവായിൽ നിന്നും ഓടി രക്ഷപ്പെടുവാനാണോ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്, ആ മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന ആ റബ്ബിന്റെ കോടതിയിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ദിവസത്തിലേക്കാണ് മരണത്തിന് ശേഷമുള്ള യാത്ര. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മരണത്തോടുകൂടി ജീവിതത്തിന് തിരശ്ശീല വീഴുന്നില്ല. അല്ലാഹു പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ വമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകത്ത് ജന്മം കൊണ്ട ഓരോ മനുഷ്യരും പ്രത്യേകമായ കാരണത്തിന്റെ മാനദണ്ഡമില്ലാതെ, പ്രത്യേകമായ സമയത്തിന്റെ മാനദണ്ഡമില്ലാതെ എല്ലാ മനുഷ്യരും ആ മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. എന്താണ് മരണത്തിന് ശേഷം കടന്നു വരാനിരിക്കുന്നത്? നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും രേഖപ്പെടുത്തിക്കൊണ്ട് സൽക്കർമ്മങ്ങൾക്കനുസൃതമായി പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണ്. അന്നേ ദിവസം ആരാണോ അതികഠിനമായ നരകത്തിന്റെ തീജ്വാലയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് സുഗാഡംബരത്തിന്റെ പറുദീസയായ സ്വർഗത്തിലേക്ക് ആർക്കാണോ പ്രവേശനം ലഭിക്കുന്നത്, അവരാണ് വിജയിച്ച ആളുകൾ. കളയുന്നതാണ്. ഈ ലോകത്ത് കഴിഞ്ഞു പോയ കുബേരപുത്രന്മാർ, ഈ ലോകത്ത് കഴിഞ്ഞു പോയ ധനികന്മാർ, ഈ
ഈ ലോകത്ത് കഴിഞ്ഞു പോയ ഭരണാധികാരികൾ അവരെല്ലാം ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ എത്രയെത്ര വിശാലമായി കിടക്കുന്ന സാമ്രാജ്യങ്ങളാണ് ഇവിടെ നിന്നും വിട പറഞ്ഞു പോകുമ്പോ അവർ ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരണത്തെ കുറിച്ചുള്ള ഓർമ്മ സദാസമയവും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. എപ്പോഴാണ്, എങ്ങനെയാണ് ആ മരണം നമ്മെ പിടികൂടുക എന്നതിനെ സംബന്ധിച്ച് നമുക്കാർക്കും തന്നെ അറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ഏത് സമയവും ആ മരണം നമ്മിലേക്ക് കടന്നു വന്നേക്കാം എന്ന ചിന്തയോടുകൂടിയായിരിക്കണം ഇനിയുള്ള സമയങ്ങളിൽ നാം ജീവിക്കേണ്ടത്. അത്തരത്തിൽ നമ്മുടെ മരണചിന്തകളുമായി ജീവിതം ചിട്ടപ്പെടുത്തുവാൻ സാധ്യമാകുമ്പോ പ്രവർത്തനങ്ങൾ റമദാനിൽ മാത്രം ഒതുങ്ങാതെ മറ്റു സമയങ്ങളിലും ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ ധന്യമാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു ഊർജം നമുക്ക് ലഭിക്കും. മൂന്നാമത്തെ ചിന്തയും അത് തന്നെയാണ്. ആ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം കടന്നു വരാനുണ്ട് എന്ന ചിന്ത പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ്. സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചുമുള്ള ചിന്തയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സദാസമയവും കടന്നു വരേണ്ടുന്ന ചിന്തകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബകളിൽ പലപ്പോഴും സൂറത്തുൽ ഖാഫ് മാത്രം പാരായണം ചെയ്തുകൊണ്ട് ഖുതുബകൾ നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. കാരണം സൂറത്തുൽ ഖാഫിൽ ഒരു മനുഷ്യന് ആവശ്യമായ ഉത്ബോധനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ആ സൂറത്തുൽ ഖാഫിലൂടെ നാളെ അല്ലാഹുവിന്റെ മഅ്ശറയിൽ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് മുതൽ സംഭവിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വനുഫിഖ ഫിസ്സൂർ ദാലിക യൗമുൽ വഈദ്. അതാ ഇസ്രാഫീൽ രണ്ടാമത്തെ തവണ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കാഹളത്തിൽ ഊതപ്പെടുകയാണ്. ദാലിക യൗമുൽ വഈദ്. ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഓരോ മനുഷ്യരും അതാ തങ്ങളുടെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. ഓരോ മനുഷ്യരുടെ കൂടെയും അല്ലാഹു നിശ്ചയിച്ചു നൽകിയ ഓരോ മലക്കുകളുണ്ട്. لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. അവരോടായിക്കൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നേ ദിവസത്തെ കുറിച്ച് നിങ്ങൾ അശ്രദ്ധയിലായിരുന്നു, ഇന്നേ ദിവസത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നവരായിരുന്നില്ല. ഇന്നിതാ നിങ്ങളുടെ കാഴ്ചകളുടെ മൂടിയങ്ങ് മാറ്റപ്പെടുകയാണ്. ഇന്നേ ദിവസത്തെ കുറിച്ച് നിങ്ങൾ ഇതാ കൃത്യമായി കണ്ടു മനസ്സിലാക്കിക്കൊള്ളുക. وقال قرينه هذا ما لدي عتيد. ഓരോ മനുഷ്യരുടെ കൂടെയും അല്ലാഹു നിശ്ചയിച്ചു നൽകിയ ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ, ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇയാൾ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും, ഇയാൾ പ്രവർത്തിച്ച എല്ലാ തിന്മകളും കൃത്യമായി എന്റെ അരികിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവന്റെ പ്രവർത്തനങ്ങളുടെ രേഖ എന്റെ കൈകളിൽ റെഡിയാണ് റബ്ബേ എന്ന് ഓരോ മനുഷ്യരുടെയും കൂടെയുള്ള മലക്കുകൾ അതാ അല്ലാഹുവിനോട് പറയുകയാണ്. അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. എല്ലാ ദുർവാശിക്കാരായ നന്ദി കെട്ടവരെയും ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുവാൻ അതാ അല്ലാഹു കൽപ്പിക്കുകയാണ്. മന്നാഇൽ ലിൽ ഖൈർ. അവർ പരസ്പരം നന്മകളെ തടഞ്ഞവരാണ്. മുഅ്തദിൻ മുരീബ്. അവർ അതിരുകവിഞ്ഞ ആളുകളാണ്. അവർ അക്രമികളായ ആളുകളാണ്. അവർ സംശയത്തിലായിരുന്ന ആളുകളുമാണ്. മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നതിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച്, മഹ്ശറയിലെ വിചാരണയെ സംബന്ധിച്ച് അവർ സംശയത്തിലുമായിരുന്നു. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. മറ്റൊരു കൂട്ടം ആളുകൾ അതാ അവിടെ കൊണ്ടുവരപ്പെടുന്നുണ്ട്. അവർ അല്ലാഹുവിന് പുറമെ മറ്റു ഇലാഹുകളെ സ്വീകരിച്ച ആളുകളാണ്. അല്ലാഹുവിന് പുറമെ മറ്റു ആരാധ്യരെ സ്വീകരിച്ച ആളുകളാണ്. ഫൽഖയാഹു ഫിൽ അദാബി ശദീദ്. കഠിനമായ ശിക്ഷയിലേക്ക്, കഠിനമായ അദാബിലേക്ക് അവരെയും വലിച്ചെറിയപ്പെടാൻ അല്ലാഹു അതാ കൽപ്പിക്കുകയാണ്.
അവിടെ രണ്ട് സുഹൃത്തുക്കൾ കടന്നു വരുന്നുണ്ട്. അവർ പരസ്പരം തർക്കിക്കുകയാണ്. ഒരു സുഹൃത്ത് തന്റെ സുഹൃത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ, എന്റെ ജീവിതത്തിൽ എന്നെ സകല തിന്മകളിലേക്കും കൊണ്ടു നയിച്ചവൻ ഇവനാണ് റബ്ബേ. എന്റെ ചുണ്ടിലേക്ക് എരിയുന്ന സിഗരറ്റ് വെച്ച് തന്നത് ഇവനാണ് റബ്ബേ. എല്ലാവിധ ലഹരി വസ്തുക്കളിലേക്കും എന്നെ നയിച്ചത് ഇവനാണ് റബ്ബേ. എല്ലാവിധ തിന്മകളിലേക്കും എന്നെ നയിച്ചത് ഇവനാണ്. റബ്ബിനോട് പറയുന്നുണ്ട്, റബ്ബേ, ഞാൻ അവനെ വഴി തെറ്റിച്ചിട്ടില്ല. റബ്ബനാ മാ അത്ഗൈതു, ഞാനല്ല റബ്ബേ അവനെ വഴി തെറ്റിച്ചത്, ഞാനല്ല റബ്ബേ അവനെ തിന്മയിലേക്ക് കൊണ്ടുപോയത്. വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, എന്നാൽ അവൻ സ്വയം നശിച്ചത് തന്നെയാണ് റബ്ബേ. ഞാൻ അവനെ വഴി തെറ്റിച്ചതല്ല, അവൻ സ്വയം വഴികേടിലായതാണ് റബ്ബേ. അവൻ വഴികേടിൽ തന്നെയായിരുന്നു റബ്ബേ എന്ന് രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം തർക്കിക്കുകയാണ്. ഇവിടെ അതാ അല്ലാഹു പറയുന്നുണ്ട്, ഒരു ദിവസത്തെ കുറിച്ച്, ഈ ഒരു വിചാരണയുടെ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇവിടെ ഒരു വാക്കുകളും മാറ്റപ്പെടുന്നതല്ല, ഇവിടെ വാക്കുകൾ ലംഘിക്കപ്പെടുന്നതല്ല. നിങ്ങളുടെ ദുനിയാവിൽ നിങ്ങളോട് ഭരണാധികാരികൾ നൽകിയ വാക്കുകൾ ലംഘിക്കപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ കോടതിയിൽ, അള്ളാഹുവിന്റെ ഭരണത്തിലുള്ള ഈ കോടതിയിൽ ഇവിടെ ഒരു വാക്കുകളും ലംഘിക്കപ്പെടുന്നതല്ല. ഒരു മനുഷ്യർക്കും അനീതമായ പ്രവർത്തനങ്ങൾ നേരിടേണ്ടി വരുന്നതല്ല. നരകമേ, നീ നിറഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹു നരകത്തോട് ചോദിക്കുകയാണ്. നരകം പറയുന്ന മറുപടി എന്താ? ഇല്ല റബ്ബേ, ഞാൻ നിറഞ്ഞിട്ടില്ല, ഞാൻ ഇനിയും വിശാലമായി കിടക്കുകയാണ്, ഇനിയും എന്നിൽ സ്ഥലമുണ്ട് റബ്ബേ, ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്നിലേക്ക് വലിച്ചെറിയപ്പെട്ടോളൂ റബ്ബേ എന്ന് നരകം അല്ലാഹുവിനോട് മറുപടി പറയുമെന്നാണ്. മറ്റൊരു വശത്തതാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ കൊണ്ടുവരുന്നുണ്ട്. വസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, വിദൂരമല്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് വേണ്ടി അല്ലാഹു വാഗ്ദാനം ചെയ്ത സുഖാഡംബരത്തിന്റെ പറുദീസയായ സ്വർഗ്ഗത്തെ അല്ലാഹു കൊണ്ടുവരപ്പെടുകയാണ്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്, എല്ലാ ഖേദിച്ചു മടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയും, എല്ലാ തിന്മകളിൽ നിന്നും പാപമോചനം നടത്തിക്കൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയും അല്ലാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗമാണത്. ആരാണോ രഹസ്യമായ രൂപത്തിൽ റഹ്മാനായ കാരുണ്യവാനായ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ, ആരാണോ താഴ്മയുള്ള ഹൃദയങ്ങളുമായി കൊണ്ട് കടന്നു വരുന്ന ആളുകൾ, താഴ്മയുള്ള ഹൃദയങ്ങളുമായി കൊണ്ട് ജീവിച്ച ആളുകൾ ആരാണോ, അവർക്കെല്ലാം വേണ്ടി അല്ലാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗമാണത്. അവരോടായിക്കൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, സമാധാനത്തോടുകൂടി ഈ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. അനശ്വരമായ ജീവിതം തുടങ്ങുന്ന ദിവസമാണത്. ഇനി ഒരു അവസാനമില്ല, ഇനി ഒരു മരണമില്ല, ഇതിന് ഇനി ഒരു പരിസമാപ്തിയില്ല. അനശ്വരമായ ജീവിതം അതാ അവിടെ തുടങ്ങുകയാണ്. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവരെന്താണോ ആ സ്വർഗ്ഗത്തിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവർക്ക് വേണ്ടി അല്ലാഹു അവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട്. അതെല്ലാം അതിനപ്പുറമായി അല്ലാഹു അവർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ആ സ്വർഗ്ഗം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വർഗ്ഗം കരസ്ഥമാക്കുവാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. സ്വർഗീയവാസികളായ ആളുകൾ കൂട്ടം കൂട്ടമായി സ്വർഗ്ഗത്തിന്റെ അരിയിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ,
ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ച ആളുകൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയ ആളുകൾ, നരകമോചനത്തിനായി തിന്മകളിൽ നിന്നും മാറി നിന്ന ആളുകൾ, അവരതാ കൂട്ടം കൂട്ടമായി സ്വർഗത്തിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. അവരെങ്ങനെ ആ സ്വർഗത്തിന്റെ അരികിലേക്ക് എത്തുമ്പോ ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നുണ്ട്. ആ സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന അല്ലാഹുവിന്റെ മലായികത്തുകൾ, കാവൽ മാലാഖമാർ അവരോട് പറയുന്നുണ്ട്, സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സമാധാനമാണ്, സമാധാനമാണ്, സമാധാനത്തോടുകൂടി നിത്യവാസികളായിക്കൊണ്ട് ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് അവരോടായിക്കൊണ്ട് അല്ലാഹുവിന്റെ മലായികത്തുകൾ അതാ പറയുകയാണ്. ആ അല്ലാഹുവിന്റെ മഹ്ശറയിൽ വെച്ച്, അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് എല്ലാ മനുഷ്യരെയും 3 വിഭാഗമായി തരംതിരിക്കുന്നുണ്ട്. 3 വിഭാഗമായി മനുഷ്യ സമൂഹത്തെ അല്ലാഹു തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം അസ്സാബിഖൂനാണ്. രണ്ടാമത്തെ വിഭാഗം അസ്ഹാബുൽ യമീനാണ്. മൂന്നാമത്തെ വിഭാഗം അസ്ഹാബുൽ ശിമാലാണ്. ഇങ്ങനെ 3 വിഭാഗമായി എല്ലാ മനുഷ്യരെയും അതാ അവിടെ തരംതിരിക്കുകയാണ്. ആരാണ് അസ്സാബിഖൂൻ? അല്ലാഹുവുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ്, അല്ലാഹുവുമായി ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകളാണ്, സ്വർഗീയ പദവികളിൽ ഏറ്റവും മുകളിലുള്ള ആളുകളാണ്. അവർക്ക് ലഭിക്കുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അവർ നഈം എന്ന സുഖാഡംബരങ്ങളുടെ പ്രതീസയായ സ്വർഗ്ഗത്തിലായിരിക്കും. സുല്ലത്തും മിനൽ അവ്വലീൻ, പൂർവികന്മാരിൽ നിന്ന് ഒരു വിഭാഗം ആളുകളും, വഖലീലും മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ നിന്ന് കുറച്ചാളുകളും മാത്രമായിരിക്കും അവരിൽ ഉണ്ടായിരിക്കുക. അലാ സുറുരിൻ മൗദൂന, മെടഞ്ഞെടുക്കപ്പെട്ട കട്ടിലുകളിൽ അവർ വിശ്രമിക്കുന്നതാണ്. മുത്തഖീന അലൈഹാ മുതഖാബിരീൻ, പരസ്പരം അഭിമുഖമായിരുന്നു കൊണ്ട് അവരെങ്ങനെ ആനന്ദം കണ്ടെത്തുന്നതാണ്. അതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, നിത്യജീവിതം നൽകപ്പെട്ട മുത്തുകൾ പോലെയുള്ള കുട്ടികൾ അവർക്ക് ചുറ്റും അങ്ങനെ ചുറ്റി നടക്കുന്നതാണ്. മദ്യത്തിന്റെ കോപ്പകളും കൂജകളും ചഷകങ്ങളുമായി ആ കുട്ടികൾ അവർക്ക് ചുറ്റും അങ്ങനെ ചുറ്റി നടക്കുന്നതാണ്. അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ പഴവർഗ്ഗങ്ങളും അവരെയും കാത്ത സ്വർഗ്ഗത്തിൽ ഉണ്ടായിരിക്കും. അവർ ആഗ്രഹിക്കുന്ന എല്ലാ വിധത്തിലുള്ള പക്ഷികളുടെ മാംസവും ആ സ്വർഗ്ഗത്തിൽ അവരെയും കാത്തുണ്ടായിരിക്കും. ഒളിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെയുള്ള അവരുടെ ഇണകളെയും ആ സ്വർഗ്ഗത്തിൽ അല്ലാഹു അവർക്ക് വേണ്ടി നൽകുന്നതാണ്. അവർ തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി കൊണ്ട്, തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചതിനുള്ള പ്രതിഫലമായി കൊണ്ട് അവർക്ക് അല്ലാഹു നൽകുന്നതാണത്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്രീമാ, ഒരു തരത്തിലുള്ള വിമർശനമോ കുറ്റപ്പെടുത്തലുകളോ കുറവാക്കലുകളോ എന്നവർക്ക് അവിടെ കേൾക്കുവാൻ സാധ്യമല്ല. ഇല്ലാ ഖീലാ സലാമാ സലാമാ, സമാധാനത്തോടുകൂടിയുള്ള സമാധാനമെന്ന വാക്കുകളല്ലാതെ മറ്റൊരു മോശപ്പെട്ട സംസാരങ്ങളും അവർക്ക് അവിടെ കേൾക്കുവാൻ സാധ്യമല്ല. ഇതാണ് അസ്സാബിഖൂൻ എന്ന വിഭാഗം ആളുകൾക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹം. അവർക്ക് തൊട്ടു താഴെ ദറജയിലുള്ള ആളുകളാണ് അസ്ഹാബുൽ യമീൻ. ആരാണ് അസ്ഹാബുൽ യമീൻ? എന്താണ് അവർക്ക് അല്ലാഹു നൽകുന്നത്? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഫീ സിദ്രിൻ മഖ്ദൂദ, അവർ മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളിലായിരിക്കും. തിങ്ങി നിറഞ്ഞ വാഴത്തോപ്പുകളിലുമായിരിക്കും. വിശാലമായി കിടക്കുന്ന തണലുകളിലുമായിരിക്കും.
മസ്കൂബ, ഒരിക്കലും തന്നെ ഉറവ വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലാശയങ്ങളിലുമായിരിക്കും അവർ. ആധിക്യമുള്ള പഴവർഗ്ഗങ്ങളുടെ തോട്ടങ്ങളിലായിരിക്കും അവർ. ആ പഴവർഗ്ഗങ്ങൾക്ക് പ്രത്യേകമായ സീസണില്ല, ആ പഴവർഗ്ഗങ്ങൾക്ക് പ്രത്യേകമായ ഒരു കാലമില്ല, എല്ലാ സമയത്തും കാഴ്ച നിൽക്കുന്നതാണ്. ഉയർത്തി വിരിക്കപ്പെട്ട പരവതാനികളിലുമായിരിക്കും. സമപ്രായക്കാരായിട്ടുള്ള സ്നേഹനിധികളായ ഇണകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവിടെ ഒരുക്കി നൽകുന്നതാണ്. അതാണ് അസ്ഹാബുൽ യമീൻ. ആരാണ് അസ്ഹാബുൽ ശിമാൽ? അസ്ഹാബുൽ ശിമാലിന്റെ ആളുകൾക്ക് അല്ലാഹു നൽകുന്നത് എന്താണ്? ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫീ സമൂമിൻ ഹമീം, തന്റെ രോമകൂപങ്ങൾ തുളച്ച് കയറുന്ന ഉഷ്ണക്കാറ്റുകളിലുമായിരിക്കും അവർ. അതുപോലെ തന്നെ തിളച്ച് മറിയുന്ന ജലാശയങ്ങളിലുമായിരിക്കും അവർ. ഒരു തരത്തിലുള്ള പുകകൾ കൊണ്ടുള്ള തണലുകളിലുമായിരിക്കും. ആ തണലുകൾ അവർക്ക് മാന്യമായതൊന്നും തന്നെ നൽകുന്നതല്ല. ഒരു തണുപ്പോ മാന്യമായതൊന്നും തന്നെ അവർക്ക് ആ തണലുകൾ നൽകുന്നതല്ല. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ, ഇതിന്റെ മുമ്പുണ്ടായിരുന്ന സമയത്ത് തങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തിൽ അവർ ഒരുപാട് സുഖിച്ച ആളുകളാണ്, ഒരുപാട് സുഖലോലുപരായി ജീവിച്ച ആളുകളാണ്. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഒരുപാട് ആനന്ദിച്ച് ജീവിച്ച ധിക്കാരികളായ ആളുകളാണത്. അവർ ഗുരുതരമായ ഒരു പാപത്തിൽ പരസ്പരം തർക്കിച്ചു കൊണ്ടിരുന്ന ആളുകളുമാണ്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ മരണപ്പെട്ട് മണ്ണോട് ചേർന്നതിന് ശേഷം ഞങ്ങളുടെ മാംസവും ഞങ്ങളുടെ അസ്ഥിയും ഞങ്ങളുടെ മജ്ജയുമെല്ലാം മണ്ണിൽ അലിഞ്ഞ് ചേർന്നതിന് ശേഷം വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണോ എന്നതിനെ സംബന്ധിച്ച് എന്ന സംസാരങ്ങളുമായി അവർ പരസ്പരം തർക്കിക്കുന്നവരായിരുന്നു. അതിനെല്ലാം ഉള്ള ശിക്ഷ എന്നോണം അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഖൂം എന്ന ഒരു വൃക്ഷത്തിൽ നിന്നതാ അവരെ ഭക്ഷിപ്പിക്കുന്നതാണ്. അത് അവരുടെ വയറുകളിൽ കിടന്നു തിളച്ചു മറിയുകയും അവരുടെ വയറുകളെ കീറിക്കൊണ്ടതാ അത് പുറത്തു വരികയും ചെയ്യുന്നതാണ്. തിളച്ചു മറിയുന്ന ജലാശയങ്ങളിൽ നിന്നതാ അവരെ കുടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അങ്ങനെ അവർ അത് കുടിക്കുവാൻ തയ്യാറാകാതെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മലായികത്തുകൾ വന്നുകൊണ്ട് ആ തിളച്ചു മറിയുന്ന ജലാശയം, ആ ജലം അവരുടെ തലക്ക് മുകളിലൂടെ ഒഴുക്കപ്പെടും. അത് അവരുടെ തലച്ചോറുകളും ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളും ഒരുക്കിക്കൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നരകത്തിന്റെ ക്രൂരമായ മുഖം, ആ നരകത്തിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ അവന് സഹിച്ചു നിൽക്കുവാൻ സാധിക്കാത്ത അത്രയേറെ ശിക്ഷകളുള്ള ആ കഠിനമായ നരകത്തിന്റെ മുഖം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ നരകവാസികളായ ആളുകൾ അവർ അവിടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അനുഗ്രഹം തങ്ങളുടെ ജീവിതത്തിൽ അവർക്കൊന്ന് ലഭിക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നത് അത് ഭക്ഷണമോ വെള്ളമോ അല്ല, മറിച്ച് നരകത്തിന്റെ കാവൽ നിൽക്കുന്ന അല്ലാഹുവിന്റെ മലായികത്തുമാരുടെ മലക്കുകളുടെ അരികിൽ വന്നുകൊണ്ട് അവർ ചോദിക്കുന്നത്, ഞങ്ങളെ ഒന്ന് കൊന്നു തരുമോ, ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരുമോ, ഞങ്ങളെ ഒന്ന് മരണം പിടികൂടുമോ എന്നുള്ളതാണ്. എന്താണ് അവർക്ക് ലഭിക്കുന്ന മറുപടി? ഇല്ല, ഇനി നിങ്ങൾക്ക് മരണമില്ല, അനശ്വരമായ ജീവിതം തുടങ്ങിയിട്ടുണ്ട്, ഇനി ഒരു അവസാനമില്ല, കാലാകാലം ഈ ശിക്ഷ അനുഭവിക്കുന്നവരായി ഈ നരകത്തിൽ നിങ്ങൾ കെടുക്കാനുള്ളവരാണ് എന്ന് അവർക്ക് മറുപടി ലഭിക്കുമ്പോ, മറ്റൊരു വശത്ത് സുഖാഡംബരത്തിന്റെ പറുദീസയായ സ്വർഗത്തെ അല്ലാഹു കൊണ്ടുവരുന്നുണ്ട്.
അല്ലേ? ഒരു കണ്ണും തന്നെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും തന്നെ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയവും തന്നെ ഇന്നേ വരെ വിഭാവന ചെയ്തിട്ടില്ലാത്ത അത്രയേറെ മഹത്വരമായ, അത്രയേറെ സുന്ദരമായ ആ സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ നിന്ന് ഏത് സ്വീകരിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. സ്വർഗമാണോ അതല്ല നരകമാണോ നമുക്ക് സ്വീകരിക്കാം. അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ നാം ചിട്ടപ്പെടുത്തിയാൽ മതി. ഇതാണ് മൂന്നാമത്തെ ചിന്ത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 ചിന്തകളിലൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഒന്നാമത്തെ ചിന്ത, റബ്ബിനെ കണ്ടുമുട്ടണം. എനിക്ക് എന്റെ റബ്ബിനെ കാണണം. ആ റബ്ബിന്റെ ലിഖാഇനെ എനിക്ക് ആസ്വദിക്കണം എന്ന ചിന്തയുമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ടാമത്തെ ചിന്ത മരണചിന്തയാണ്. ഏത് സമയത്ത്, എവിടെ വെച്ച്, എപ്പോ, എങ്ങനെയാണ് എന്റെ മരണം നിശ്ചയിക്കപ്പെട്ടത് എന്ന സത്യം നമുക്കറിയില്ല എന്ന തിരിച്ചറിവുമായി, ഏത് സമയവും ആ മരണം നമ്മിലേക്ക് കടന്നു വരാം എന്ന ബോധ്യവുമായി ആ മരണത്തെ കണ്ടുമുട്ടുവാൻ തയ്യാറായിക്കൊണ്ട് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിജയം പ്രാപിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ചിന്ത പരലോക ചിന്തയാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന ചിന്തയാണ്. അത് 100% നമ്മുടെ ഹൃദയങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൽ നിന്നും കടന്നു വരേണ്ടുന്ന ചിന്തയാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും മറ്റൊരു ജീവിതം കടന്നു വരാനുണ്ട്. ആ ജീവിതത്തിൽ സ്വർഗമാണോ അതല്ല നരകമാണോ എനിക്ക് ആവശ്യം, അതിനനുസരിച്ച് എന്റെ പ്രവർത്തനങ്ങളെ ഞാൻ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അത്തരത്തിൽ നല്ലതായ പ്രവർത്തനങ്ങളിലൂടെ റമദാൻ അവസാനിച്ചാലും ഇനിയുള്ള സമയങ്ങളിലും ഈ റമദാനിൽ നാം കൈവരിച്ച തഖ്വയുമായി, ഈ റമദാനിൽ നാം ശീലിച്ച നന്മകളുമായി മുന്നേറുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നാഥൻ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അതാ, ഒരുപാട് നന്മകൾ ഞങ്ങൾ പ്രവർത്തിച്ചു, ഒരുപാട് നമസ്കാരങ്ങൾ ഞങ്ങൾ നമസ്കരിച്ചു, ഒരുപാട് നോമ്പുകൾ ഞങ്ങൾ അനുഷ്ഠിച്ചു, ഒരുപാട് ദാനധർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു റബ്ബേ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ പ്രവർത്തിച്ചു, ഒരുപാട് ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും ഞങ്ങൾ ചെയ്തു. എല്ലാം ഞങ്ങളുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന അമലുകളായി ഞങ്ങളിൽ നിന്നും നീ സ്വീകരിച്ച് അത് നീ രേഖപ്പെടുത്തണമേ റബ്ബേ. അതാ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തിന്മകൾ കടന്നു വന്നിട്ടുണ്ട്. അതാ, എല്ലാം നിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. ഈ റമദാനോടുകൂടി സകല തിന്മകളും പൊറുക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അതാ, ഈ റമദാനിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ലൈലത്തുൽ ഖദ്റിനെ ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അതാ, നാളെ നിന്റെ കോടതിയിൽ, നാളെ നിന്റെ സ്വർഗത്തിലേക്ക് റിയാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാരെ നീ പ്രവേശിപ്പിക്കുമ്പോ അതേ കവാടത്തിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ നോമ്പുകൾ കാരണം ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുകയാണ് റഹ്മാനെ. അതാ, ഞങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും പ്രയാസപ്പെടുന്ന ഒരുപാടേറെ ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. നാഥാ, അവരുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും നീക്കി അനുഗ്രഹിക്കുകയാണ് റഹ്മാനെ. അവരിലേക്ക് ശാന്തിയും സമാധാനവും നീ വർഷിപ്പിക്കുകയാണ് റഹ്മാനെ. മുസ്ലിമായി കൊണ്ട് ജീവിക്കുകയും അതേ ഹിദായത്തോടുകൂടി മുസ്ലിമായി കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അതാ, നാളെ നിന്റെ കോടതിയിൽ ഒരു വിഭാഗം ആളുകളെ നരകത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും ആനയിക്കുമ്പോ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله.